സനീഷിന് ഓർമ്മ കാണും 2014 ഒരു വലിയ കുട്ടിക്കടത്ത് കേരളത്തിൽ വലിയ വിവാദമായി. അതായത് ഈ പറയുന്ന ഝാർഖണ്ഡിൽ നിന്നും ബീഹാറിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുമൊക്കെ ട്രെയിനിൽ കൊണ്ടുവന്ന യത്തീംഖാനയിലേക്ക് യത്തീംഖാനയിലേക്ക് കൊണ്ടുവന്ന കുട്ടികളെ പാലക്കാട് തടഞ്ഞു നിർത്തുകയും അവരെ ഇത് മനുഷ്യക്കടത്താണ് എന്ന് പറഞ്ഞിട്ട് കേസെടുക്കുകയും ചെയ്തു. 2014 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ്. രമേശ് ചെന്നിത്തലയാണ് ആഭ്യന്തരമന്ത്രി. രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇവർ അഗതികളാണ്, ഇവർക്ക് എന്താണ് അനാഥരായ കുട്ടികളൊക്കെയാണ്, അവർക്ക് യത്തീംഖാനയിൽ പഠിപ്പിക്കാനുള്ള സൗജന്യ പാഠശാലയായി യത്തീംഖാന പ്രവർത്തിക്കുന്നുണ്ട്, അവിടേക്ക് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞപ്പം രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താ, അങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളവർ അവിടെ പോയി പഠിപ്പിച്ചോട്ടെ എന്നാ പറഞ്ഞത്. എം കെ മുനീർ അത് പറഞ്ഞത് ഇത് മനുഷ്യക്കടത്താണ് എന്നാണ് ആ കാലത്ത് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഇത്തരം വിഷയങ്ങളോട് സ്വീകരിക്കുന്ന സമീപനത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം എന്നുള്ളത് രാഷ്ട്രീയ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ കാര്യം. ഒരു കാര്യം കൂടെ പറയാം സനീഷ, എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? അത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു, അത് CBI അന്വേഷിച്ചു. 2020 അങ്ങനെ ഒരു കേസ് ഇല്ലാതായി, അത് വിട്ടയച്ചു. അതായത് യഥാർത്ഥത്തിൽ ഈ പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ഒരു സംവിധാനമായിരുന്നു അത് എന്നുള്ളത് പിന്നീട് തെളിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, അന്ന് ഇത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, പാലക്കാട് ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അതാരാണെന്നുള്ളത് ആളുകൾ അന്വേഷിക്കട്ടെ. അപ്പോൾ ചെയർമാൻ അടക്കം ഇടപെട്ടാണ് ഇതിനെ ഒരു മനുഷ്യക്കടത്താക്കി മാറ്റിയത്. അപ്പോൾ ആ സാഹചര്യം എല്ലാവരും മനസ്സിലാക്കണം. ഒന്ന്, എന്നെ തേടി വരുമ്പോൾ ഞാൻ ഇടപെടാം എന്ന മട്ടിൽ ഇരിക്കുകയല്ല വേണ്ടത്. ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലും ഇത്തരം നീതി നിഷേധം ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ഇടപെടുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്.